ഒരിക്കലും താരമാകില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ അഭിനയ ജീവിതം 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ അഭിനയത്തിൽ കാലുകുത്തിയപ്പോൾ ലോകം കണ്ടത് വെറുതെ ഒരു വില്ലൻ കഥാപാത്രം. എന്നാൽ ആ ചെറുപ്പക്കാരന്റെ കണ്ണിൽ തീക്കനലുണ്ടായിരുന്നു. ആ വില്ലൻ ഇന്ന് മലയാള സിനിമയിലെ രാജാവാണ്. അദ്ദേഹം ഒരു നടൻ മാത്രമല്ല, ഒരു കാലഘട്ടമാണ്. ഒരു അഭിനേതാവിനേക്കാൾ കൂടുതൽ ഓരോ മലയാളിയുടെയും ജീവിതത്തിലെ ഒരു പരിചയക്കാരൻ. എത്ര വലിയവരും താഴെ പോകാൻ അധിക സമയം വേണ്ട. കുറച്ചുനാൾ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് തിരിഞ്ഞുപോയ പ്രേക്ഷകർ, വിമർശകർ, സോഷ്യൽ മീഡിയ ട്രോളുകൾ, ബോഡി ഷേമിംഗ്. ആളുകൾ ചോദിച്ചു, ആ പഴയ മോഹൻലാൽ ആകുമോ ഇനി? അതൊക്കെ ദൃശ്യം കൊണ്ട് പകരം ചോദിച്ചു. പുലിമുരുകൻ 100 കോടി ക്ലബ്ബ് തുറന്ന ആദ്യ മലയാള ചിത്രമായി. ലൂസിഫർ കൊണ്ട് അദ്ദേഹം വീണ്ടും നേതാവായി. തുടരും കൊണ്ട് സകല ചരിത്രവും തിരിച്ചെഴുതി. തിരികെ എത്തിയപ്പോൾ ആ പഴയ മോഹൻലാലല്ല, പുതിയൊരു കനത്ത ആകർഷണമായി മാറി. ആസിഫ് അലി മുതൽ ടൊവിനോ വരെ ഓരോ പുതുതലമുറയും അദ്ദേഹത്തിൽ നിന്നും പഠിക്കുന്നുണ്ട്. അഭിനയത്തിലൂടെ ജീവിതം സൃഷ്ടിക്കാൻ കഴിയുന്ന അപൂർവ പ്രതിഭ. ആ കഥാപാത്രങ്ങൾ ഓരോരുത്തരെയും നമ്മളിൽ കണ്ടു. അദ്ദേഹം നമ്മുടെ ആത്മാവിലുണ്ട്. ജന്മദിനാശംസകൾ ലാലേട്ട. നിങ്ങൾ അഭിനയിച്ചല്ല, ജീവിച്ചു. നിങ്ങൾ മറഞ്ഞു പോകുന്നവനല്ല, മറയ്ക്കാൻ കഴിയാത്തവനാണ്. കംപ്ലീറ്റ് ആക്ടർ എന്ന പ്രതീകം നിങ്ങൾക്ക് വേണ്ടി തന്നെ ഉണ്ടാവുകയായിരുന്നു.